ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ച് സെലിബ്രേഷൻ ചെയ്തിട്ടുണ്ടാവില്ലേ? ഞങ്ങളുടെയും ഒരു കുഞ്ഞ് സെലിബ്രേഷൻ വീഡിയോ ആണ് ഇന്നത്തെ. അപ്പം എല്ലാവരും വീഡിയോസ് ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തോളൂ. അപ്പം നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ദേ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഒരുക്കങ്ങളാണ് കാണുന്നത്. ഇത് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മുടെ ദിവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ് സെൻറ്ററിലാണ് കേട്ടോ. ഞങ്ങൾ സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കാൻ പോയ സ്ഥലത്താണ് സെലിബ്രേഷൻ. ഞങ്ങളുടെ അവിടുത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞെങ്കിലും ഞങ്ങളെ ഇപ്പോഴും സെലിബ്രേഷന് മിസ്സ് വിളിക്കാറുണ്ട്. അപ്പോൾ മിസ്സ് വിളിക്കുമ്പോൾ നമ്മൾ പോവാണ്ടിരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങളതേ സെലിബ്രേഷൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ ഭയങ്കര തിരക്കിലാണ് കേട്ടോ. എല്ലാവരും ഓരോരോ ഒരുക്കത്തിലാണ്. ക്രിസ്മസ് കൂടൊക്കെ തലേ ദിവസം തന്നെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബലൂണൊക്കെ വീർപ്പിച്ചൊക്കെ റെഡിയാക്കി വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ സെലിബ്രേഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പ്രാർത്ഥനയും ബൈബിൾ വായനയോടൊക്കെ കൂടി തുടങ്ങാം. കേക്ക് മൂന്നെണ്ണം അവിടെ റെഡി ആയിരിക്കുന്നത്. ഇനി അതൊക്കെ മുറിക്കണം. അങ്ങനെ പ്രാർത്ഥനയും ബൈബിള് വചനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒപ്പം ഡാൻസ് ഒക്കെ കളിച്ച് കുറച്ച് നേരം അടിച്ച് പൊളിച്ചതിന് ശേഷം നമുക്ക് കേക്ക് മുറിക്കാം അല്ലേ? വട്ടയപ്പം പാട്ടില്ലാണ്ട് എന്ത് ക്രിസ്മസ് ആഘോഷം. വട്ടയപ്പം പാട്ട് അങ്ങോട്ട് വച്ചങ്ങോട്ട് തകർത്തു. ഒരു രക്ഷയിലല്ലേ നമ്മുടെ വട്ടയപ്പം. നമ്മുടെ ക്രിസ്മസ് പാപ്പയുടെ കാര്യം എടുത്തു പറയേണ്ടതല്ലേ? അടിപൊളിയായിട്ട് തകർത്തിട്ടുണ്ട് പാപ്പ. അടിപൊളിയായിട്ട് ഒളിച്ച് നിൽക്കണവരൊക്കെ വിളിച്ചങ്ങോട്ട് ഡാൻസൊക്കെ കളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ ക്രിസ്മസ് അപ്പൂപ്പൻ. നല്ല എനർജറ്റിക് അപ്പൂപ്പനായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എനർജി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ട് പാപ്പ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പൂപ്പനെ വരവേൽപ്പിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും കാത്തിരിക്കണ, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേക്ക് കട്ടിങ് ആണ് നടക്കാൻ പോണത് കേട്ടോ. 3 കേക്കുകൾ നിരന്നിരിക്കണം കേട്ടോ. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം അല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഈ കേക്ക് ഒന്നും കഴിക്കില്ല. എനിക്ക് പ്ലം കേക്കാണ് ഇഷ്ടം. നല്ല പ്യുവർ പ്ലം കേക്ക് അത് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. എനിക്ക് ഈ ക്രീം കേക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത്ര വലിയ ഇതുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും 3 കേക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞത് മിസ്സിനും പപ്പയും സാറും എല്ലാവരും കഴിച്ചതിന് ശേഷം ഞങ്ങളെ എല്ലാവർക്കും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ പപ്പേ വായിച്ചോ. ആരാ? അല്ലാതെ അങ്ങനെ ആ പ്രതീക്ഷയും പോയി. നമ്മുടെ സീക്രട്ട് സാൻഡ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സാൻഡ ഒരാൾക്ക് മാത്രം ഗിഫ്റ്റ് കൊടുക്കല്. നമ്മുടെ അവിടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾക്ക് മാത്രമായിരുന്നു ഗിഫ്റ്റ്. അപ്പോൾ അങ്ങനെ നറുക്കിട്ട് ഒരാൾക്ക് കിട്ടി, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പിന്നെ അതിനുശേഷം മിസ് മിഠായിയൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്തു. പിന്നെ ഫോട്ടോഷൂട്ടായിരുന്നു. പാപ്പയുടെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. പിന്നെ ഒരു റീൽസൊക്കെ എടുത്തു. പക്ഷേ അതൊന്നും അത്ര പോരാ. എന്നാലും ഞങ്ങൾ റീൽസ് എടുത്തു. അങ്ങനെ റീൽസും ഫോട്ടോഷൂട്ടും ഗ്രൂപ്പ് ഫോട്ടോയും ഒക്കെന് ശേഷം നമ്മുടെ കലാപരിപാടികൾ തുടങ്ങുകയായി. ഇനി കുറേ ആൾക്കാരുടെ അവരുടെ കേട്ടോ, ഞങ്ങളുടെ ഒന്നുമില്ല, ഞങ്ങളുടെ ബാച്ചുകാരുടെ ഒന്നുമില്ല, ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ ബാച്ചിലാണ് കേട്ടോ ഡാൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കുറേ ഡാൻസും
അങ്ങനെ കലാപരിപാടികൾക്കൊക്കെ ശേഷം ഗെയിംസ് തുടങ്ങുകയാണ്. ആദ്യം തന്നെ മ്യൂസിക്കൽ ചെയർ അതിലിതേ നമ്മുടെ സൗമ്യയാണ് ജയിച്ചിരിക്കുന്നത്. ഓ അടിപൊളി കേട്ടോ. അത് കഴിഞ്ഞിതേ സ്പൂൺ നാരങ്ങ മത്സരം അങ്ങനെ ഒരു 4-5 ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗെയിംസും അവസാനിച്ചതിന് ശേഷം ഗിഫ്റ്റ് നന്നായി പെർഫോമൻസ് ചെയ്ത 2 പേർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങുകയായി മക്കളെ, തുടങ്ങുകയായി. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ലാസ്റ്റ് എല്ലാവരും കൂടിയുള്ളൊരു ഡപ്പ മൂത്ത് തോന്നിയത് അങ്ങോട്ട് കളിക്കുക. ഇതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് കേട്ടോ. ലാസ്റ്റ് ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിർത്തി. പിന്നെ അങ്ങോട്ട് തുടങ്ങി. ശ്വാസം മുട്ടി ചാവാറായ കാരണം അധികം നിൽക്കാൻ നിന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ നിർത്തി. അത്രയ്ക്ക് എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങനെ സെലിബ്രേഷനൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചതിന് ശേഷം എല്ലാവരും തിരിച്ച് അതൊക്കെ റെഡിയാക്കി വെക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീഡിയോ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാന പണി. എല്ലാവരും നല്ല ജോലി തിരക്കിലാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളും ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഈ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തോളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ.